അപ്പോൾ ഏറ്റവും കൂടുതൽ ഏലത്തിന് ആവശ്യമുള്ള മൂലകം ഏതാണ്? സിംഗിൾ ന്യൂട്രിയൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാലും വേനലിനോട് അടുത്ത് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലാന്റ് നാച്ചുറലി ഡിമാൻഡ്, അത് ഏലം എന്നല്ല ഏത് ക്രോപ്പിനാണെങ്കിലും ചൂട് കൂടിയ കാലാവസ്ഥയിൽ വാട്ടർ മാനേജ്മെൻറ്റ് എഫക്റ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡ്രൗട്ട് ടോളറൻസ് മാക്സിമം എഫക്റ്റീവ് ആക്കാൻ വേണ്ടി പൊട്ടാഷ് എന്ന് പറഞ്ഞ ന്യൂട്രിയൻ്റ് ആണ് മാക്സിമം ചെടീനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്യൂരിറ്റി കൂടിയ പൊട്ടാഷ് വളങ്ങൾ നല്ല രീതിയിൽ ചെടികൾക്ക് ഈ സമയത്ത് നമ്മൾ കൊടുക്കണം. പിന്നെ ജല നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെതലോ എന്ന് പറയുന്ന മെതലോ ബാക്ടീരിയ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. എപ്പോഴും മെതലോ സ്പ്രേ ചെയ്യുന്നത് മണ്ണ് ഡ്രൈ ആയിട്ട് നമ്മൾ മെതലോ ഇലയിൽ സ്പ്രേ ചെയ്യാൻ നിൽക്കരുത്. മണ്ണ് തീർത്തും ഡ്രൈ ആകുന്നതിന് മുമ്പേ മെതലോ ബാക്ടീരിയ നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. മെതലോ കൊടുക്കുന്നതിൻ്റെ കൂടെ ഓർത്തോസിലിസിക് ആസിഡ് അത് സിലിക്കയുടെ ഒരു പ്രൊഡക്റ്റായിട്ട് വരുന്നതാണ്. സിലിക്കയാണ് അതിനകത്തുള്ള മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ സിലിക്ക ബേസ്ഡ് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഈ ലീഫിൻ്റെ ക്യൂട്ടിക്കിൾ നല്ല കട്ടിയുള്ളതാകും. ഇലയുടെ പുറത്ത് കാണുന്ന ആ മെഴുകു പോലത്തെ ആവരണം, ആ തിളക്കമുള്ള ആ ഭാഗത്തിന് കുറച്ചും കൂടി കൂടുതൽ കട്ടി വരികയും ആ കട്ടി ഉള്ളത് കൊണ്ട് ലൈറ്റിലുള്ള UV റേസിനെ ഇതൊരു നാച്ചുറൽ റിഫ്ലക്ഷൻ വഴി ഒഴിവാക്കുന്നു. ഹീറ്റിനെ നല്ല രീതിയിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഇതിൻ്റെ ഓവറാൾ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പല റോൾസും ഉണ്ട്. ഈൽഡ് കൂട്ടാനും പ്ലാന്റിൻ്റെ ഹെൽത്തിനെ ബെറ്റർ ആക്കാനും എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ സിലിക്ക നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഈ കാണുന്ന പോലെ ഈ പറയുന്ന ഒരു തട്ട ബെൻഡായി വരുന്നത് പോലെ ഈ ബെൻഡിങ് പ്രശ്നം വരുന്നത് ഇതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് സ്ട്രെങ്ത് കുറയുന്നതാണ്. അപ്പോൾ ആ ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ സ്ട്രെങ്തി ആക്കാനും എല്ലാം സിലിക്ക ഹെൽപ്പ് ചെയ്യുന്ന ഒരു എസൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ സിലിക്ക കൊടുത്താൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു കാരണം കൊണ്ടാണ് സിലിക്ക ന്യൂട്രിയൻ്റ് പാഡിക്കും കൊടുക്കാൻ പറയുന്നുണ്ട്. കാരണം നെൽകർഷകനെ സംബന്ധിച്ച് ഹാർവസ്റ്റിങ്ങിന് തൊട്ട് മുമ്പാണ് നല്ല കതിർമേനിയിൽ നിൽക്കുന്ന ഫീൽഡ് ഒന്നാകെ ഒരു ചെറിയ കാറ്റടിച്ചാൽ നിലത്തൊട്ടി വീഴുന്ന രീതിയിൽ ചെടി മറിഞ്ഞു വീഴുന്നത്, ലോഡ്ജിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആ ലോഡ്ജിങ്, ആ തണ്ടിന് നല്ല കരുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കാറ്റ് പോലത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ചെടിക്ക് പറ്റും. ചെടി നല്ല രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തി ചെടി സ്വാഭാവികമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അളവ് തീരെ കുറച്ച് മതി. കാരണം എസൻഷ്യൽ ന്യൂട്രിയൻ കാറ്റഗറിയിലാണ് വരുന്നത്. 1 മില്ലി എന്നുള്ള അളവിലാണ് നോർമലി നമ്മൾ വെജിറ്റബിൾ പോലത്തെ ക്രോപ്പിന് കൊടുക്കുക 1 ml per ലിറ്റർ. ആ ഒരു ഡോസേജ് കാടമത്തിനും പോകാം. വേണമെങ്കിൽ 1/2 ml എന്നുള്ള രീതിയിലേക്കും കൊടുക്കാം. വേണമെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ വോളിയം സ്പ്രേ ആണ് നമ്മൾ കാടമത്തിൽ പോകുന്നത്. അപ്പോൾ ഹാഫ് ഡോസ് കൊടുത്താലും സഫിഷ്യൻ്റാണ്. ഒരു പ്ലാന്റിന് നമ്മൾ സ്പ്രേ പോകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ 3 ലിറ്ററെങ്കിലും മിനിമം വെള്ളം നമ്മളൊരു പ്ലാന്റിന് സ്പ്രേ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്പ്രേ വോളിയം ഹൈ ആയതുകൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന അളവ് ഒരല്പം കുറച്ചാലും കുഴപ്പമില്ല. മൊത്തത്തിൽ വരുമ്പോഴേക്കും പ്ലാന്റിന് ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് അതിൽ നിന്ന് കിട്ടും. അപ്പം നെല്ലിനൊക്കെ ആണെങ്കിലും ഈ 1 ml, നെല്ലിന് 1 ml മതി. ഒരു ലിറ്റർ വെള്ളത്തിൽ 1 ml എന്ന അളവിൽ കൊടുക്കുക. അപ്പം മെതലോ കൊടുക്കുക, അതിൻ്റെ കൂടെ ഓർത്തോസിലിസിക് ആസിഡ് കൊടുക്കുക. അതിന് കൂടെ ചേർക്കാൻ പറ്റുന്നത് മഗ്നീഷ്യം നൈട്രേറ്റ്. ലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഒരു സമയം ആയതുകൊണ്ട് ചെടിക്ക് നല്ല രീതിയിൽ ഈ ഒരു ക്ലൈമറ്റിൽ ഫുഡ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന ആ ചെടിയുടെ ഫുഡ് പ്രിപ്പയറിങ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ന്യൂട്രിയൻ്റാണ് മഗ്നീഷ്യം ഉണ്ടെങ്കിലേ മാക്സിമം ക്ലോറോഫിൽ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ക്ലോറോഫിൽ കൂടി മാക്സിമം പ്രൊഡക്ഷൻ ആകുമ്പോഴേക്കും ചെടിക്ക് കിട്ടുന്ന സൺലൈറ്റിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. അത് എത്രയാണ് 1 ലിറ്റർ? മഗ്നീഷ്യം നൈട്രേറ്റ് ക്രോപ്പിനനുസരിച്ച് വ്യതിയാനം വരും. മഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല. 100% അത് വിദേശത്തു നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഐറ്റമാണ്. നൈട്രേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വളങ്ങളൊന്നും നമുക്ക് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അത് വെജിറ്റബിൾ ക്രോപ്പിനൊക്കെ ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ എന്നുള്ള അളവിലെടുക്കുക. കാടമത്തിനാണെങ്കിൽ നമുക്കൊരു 5 ഗ്രാം വരെ പോകാം 1 ലിറ്റർ വെള്ളത്തിൽ. നമ്മുടെ പെപ്പറിനാണെങ്കിൽ വല്ലാതെ ഒരു മഞ്ഞ കളറ് ഭാഗം തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. ഞരമ്പ് ഭാഗങ്ങളെല്ലാം പച്ച നിറത്തിലും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗങ്ങളെല്ലാം മഞ്ഞ നിറത്തിലും. അപ്പം ആ ഞരമ്പ് പച്ച നിറത്തിലും ഇടയിലുള്ള ഇലയുടെ ഭാഗങ്ങൾ മഞ്ഞ നിറത്തിലും കാണുന്ന സമയത്ത്
മഗ്നീഷ്യം നൈട്രേറ്റ് നമ്മളൊരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ വേഗം പ്ലാന്റ് അത് റിക്കവർ ആകും. നല്ല ഗ്രീനിഷ് കളറിലേക്ക് പ്ലാന്റ് കയറി വരും. ഇപ്പൊ വിളക്കനുസരിച്ച് 2 മുതൽ 5 ഗ്രാം വരെ 1 ലിറ്ററിലേക്ക് നമുക്ക് ചേർത്ത് സ്പ്രേ ചെയ്യാം. ഓക്കെ. അപ്പൊ മെത്തലോ നമ്മൾ എത്രയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? മെത്തലോ പല കമ്പനികളും പല ഡൈലൂഷൻ പറയുന്നുണ്ട്. മിനിമം ഒരു 2 മില്ലി 1 ലിറ്റർ എന്നുള്ള ഡൈലൂഷൻ എടുക്കുക. ചില കമ്പനികളുടെ പ്രൊഡക്റ്റിൽ ഡൈലൂഷൻ കുറച്ചും കൂടി കൂട്ടി പറയുന്നുണ്ട്. അത് മാനുഫാക്ചറുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് നോക്കി യൂസ് ചെയ്യുക. നോർമലി 2 മില്ലി കുഴപ്പമില്ലാത്ത ഒരു യൂസേജ് ആണ്. ഇത് 3 കൂടി ചേർത്ത് ഉപയോഗിക്കുന്നതിന് പ്രശ്നങ്ങളില്ല. ഇത് മഴക്കാലത്ത് ക്ലംറോട്ട് വന്നു പോയിട്ടുള്ള ഒരു ചെടിയാണ്. ഇങ്ങനത്തെ ചെടികളിൽ ചെറിയ രീതിയിൽ ലക്ഷണം കാണുമ്പോൾ തന്നെ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫംഗിസൈഡ് നല്ല രീതിയിൽ കൊടുത്ത് ആ മണ്ണ് നല്ല രീതിയിൽ നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്ത് കൃത്യമായ ഒരു പരിചരണവും ശ്രദ്ധയും കൊടുത്താൽ മാത്രമേ ഇങ്ങനെ വരുന്ന ചെടികളെ കൂടുതൽ അപകടത്തിൽ പോകാതെ നമുക്ക് നിലനിർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് ചില ആൾക്കാർ മെറ്റലാക്സിൽ പ്ലസ് COC കൊടുക്കും. അപ്പൊ ആ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അറസ്റ്റിങ് കൂടുതലുണ്ടാക്കും പ്ലാന്റിന്. കാരണം ജീവനുള്ള അണുക്കളെല്ലാം നശിപ്പിച്ച് കളയുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം മണ്ണില്. പക്ഷെ ഇത് കംപ്ലീറ്റ് നശിക്കുന്നില്ലല്ലോ. കംപ്ലീറ്റ് നശിക്കില്ല. പക്ഷെ ഇതിനകത്ത് കോടാനുകോടി സ്പോർ ഉണ്ട്. അടുത്ത വർഷവും ഇതിനെ ലൈവാക്കി എടുക്കാൻ ഭയങ്കര പാടാ. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ മണ്ണിനെ ഇതിനെ കളച്ചിളക്കി നമ്മൾ മാറ്റിയിട്ട് കുമ്മായിട്ട് കളഞ്ഞിട്ട് കുമ്മായിട്ട് നമ്മൾ മണ്ണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല തട്ട നോക്കി എടുക്കുക. ഇതിനകത്ത് ഡെഡ് ആയിട്ടുള്ള ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വളരെ ലൈവായിട്ടുള്ള തട്ട മാത്രം എടുത്തിട്ട് കൂട്ടി ഒരുമിച്ച് വെച്ചിട്ട് നടുക. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ചെടി നന്നായിട്ട് കയറി വരും. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗം പോലും, ഒരു കിഴങ്ങ് പോലും അഴുകിയതോ ദ്രവിച്ചതുമായിട്ടുള്ള ഒരു കിഴങ്ങ് പോലും അതിനകത്ത് നിലനിർത്താൻ പാടില്ല. ആ കിഴങ്ങിൻ്റെ ഒരു അംശം അവിടെ കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് കോടാനുകൂടി സ്പോർ ഉണ്ടാവും. ഈ സ്പോറിന് 4 വർഷമോ 5 വർഷമോ ഒക്കെ നമ്മുടെ മണ്ണിൽ ഒരു അസുഖങ്ങളും റിപ്പോർട്ട് ചെയ്യാണ്ട് നിലനിൽക്കാൻ പറ്റും. ഇപ്പം ഈ വർഷം ഒരു അസുഖം ഉണ്ടായി, അതുകൊണ്ട് അടുത്ത വർഷം എൻ്റെ തോട്ടത്തിൽ അഴുകുകൾ ഉണ്ടാകണം നിർബന്ധമില്ല. ചിലപ്പോൾ അടുത്ത വർഷം അനുകൂല കാലാവസ്ഥയല്ല എങ്കിൽ തോട്ടത്തിൽ യാതൊരു പ്രോബ്ലം കാണിക്കുകയില്ല. ഒരു 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ സ്പോറിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തുക. ആ അനുകൂല ഘടകങ്ങൾ വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും നമ്മുടെ തോട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ തോട്ടത്തിന് പുറത്ത് അല്ലെങ്കിൽ തോട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിലേക്ക് ഇതിനെ മാറ്റിയിട്ടിട്ട് അവിടെ പ്രത്യേകമായിട്ട് കൂൾനാശിനി കൊടുത്ത് അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞ് ഇതിനെ ഒഴിവാക്കുന്ന രീതിയിൽ ഉള്ള പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന അസുഖങ്ങൾ മാനേജ് ചെയ്യാൻ പാടാം. ഫുസേറിയത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് എളുപ്പം, ഫാർമറെ സംബന്ധിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു പാട്, ഇതിൽ വരുന്ന ഈ ഒരു പാട് ഇത് ഇങ്ങനെ വന്നിട്ട് ഈ പറയുന്ന ഇലയുടെ ഈ മിഡ് റിബിൽ, ഈ മെയിൻ വെയിലിൽ ഈ പറയുന്ന ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കളർ ചേഞ്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്ലാന്റിൻ്റെ സിസ്റ്റത്തിൽ ഫിസേറിയ അഫക്റ്റഡ് ആണ്. നോർമലി ഗ്രീനാണ് ലീഫിൻ്റെ ആ മെയിൻ വെയിൻ എന്ന് പറയുന്നത്. ഇതിനകത്തേക്കും അഫക്റ്റഡ് ആയിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഭാഗം വരെ ആ ഫുസേറിയത്തിൻ്റെ പ്രശ്നങ്ങൾ എത്തിയിട്ടില്ല. ഇതും ഫുസേറിയത്തിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ന്യൂട്രിയന്റ് കറക്റ്റ് അല്ലാതെ വരുന്നതുകൊണ്ടും ഉള്ള ഒരു പ്രശ്നമാണ് ഈ പോള പൊളിച്ചിൽ. രണ്ടും അലൈൻഡ് ആയിട്ടാണ് വരിക. കാരണം ഇത് ഇവിടെ ഫിസേറിയം അഫക്റ്റഡ് ആയിട്ട് വന്നൊരു ഭാഗമാണ്. ഈ വന്നതിന് ശേഷമാണ് ഇതിന് മുകളിലേക്ക് കണ്ടോ ഇതിനകത്തെല്ലാം കളറ് മാറിയിട്ടുണ്ട്. ഇത് ഫിസേറിയത്തിൻ്റെതായ ഒരു പ്രശ്നം കൊണ്ട് വരുന്ന പോള പൊളിച്ചിലാണ്. ഇതേപോലെ പോള പൊഴിയും. ഇത് ഫുസേറിയ ഉണ്ട്, അതിന്റെ കൂടെ ന്യൂട്രിയന്റ് ഇഷ്യൂ ഉണ്ട്. ഈ ന്യൂട്രിയന്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യത്തിന്റെ ഒരു ഡെഫിഷ്യൻസിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം അത് ഫോസ്ഫറസ് ഡെഫിഷ്യൻസിയിലേക്ക് ആണ് അതിനെ കൊണ്ടുപോയി ചെന്നെത്തിക്കുക. അപ്പോൾ സപ്പോർട്ടീവായിട്ട് മഗ്നീഷ്യം ചെടിക്ക് കൊടുക്കണം, മഗ്നീഷ്യം കൊടുക്കുക, ഫോസ്ഫറസ് കൊടുക്കുക, അതുകൂടാതെ കാൽഷ്യം കൊടുക്കണം.